പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അഭിഷേകം അന്ന എന്ന വചന സന്ദേശത്തിലേക്ക് ഈ പ്രഭാതത്തിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവവചനം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ആദ്യ പാപം ആദവും ഹവ്വായിലൂടെയും ഈ ലോകത്തിലേക്ക് കടന്നു വരാൻ ഇടവന്നെങ്കിൽ ആ പാപത്തിന്റെ പരിണിത ഫലത്തെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. 7-ാമത്തെ വചനഭാഗം നമുക്ക് ശ്രദ്ധിച്ചാൽ, ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു, തങ്ങൾ നഗ്നരാണെന്ന് അറിഞ്ഞ് അത്തിയില കൂട്ടിത്തുന്നി ഒരു ഉടയാട ഉണ്ടാക്കി. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിന്റെ നടുക്ക് വന്ന് ഉച്ച കേട്ടപ്പോൾ അവർ ആ മരത്തിന് മറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം കാണുന്നു. പാപമാണ് അവരെ ദൈവമായിട്ടുള്ള വഴിയിൽ നിന്ന് മറയ്ക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, ദൈവം കൊടുത്ത തോട്ടം പാപം അവരുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് ഇതിന്റെ പരിണിത ഫലം അനുഭവിക്കുവാനുള്ള അവസ്ഥയുണ്ടാകുന്നത് കാണാൻ കഴിയുന്നു. എന്താണ് പരിണിത ഫലമെന്ന് നമുക്ക് നോക്കാം. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്നവൻ പറഞ്ഞു. നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുവോ എന്ന് അവൻ ചോദിച്ചു. അതിന് മനുഷ്യൻ, എന്നോട് കൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നു, ഞാൻ തിന്നുകയും ചെയ്തു. ഇവിടെയാ പ്രിയമുള്ളവര്, ഭാര്യയും ഭർത്താവും തമ്മിൽ കുറ്റപ്പെടുത്തുന്ന ആദ്യത്തെ അവസ്ഥയുണ്ടാകുന്നത്. അതുവരെയും എത്ര നല്ല ഭാര്യയാണ്, എത്ര നല്ല ഭർത്താവാണെന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടെയുള്ള കുടുംബജീവിതമായിരുന്നു. കൗശലമേറിയ പാമ്പ് പിശാചിന്റെ രൂപത്തിൽ വന്ന് തിന്നരുതെന്ന് പറഞ്ഞതിനെ തീറ്റിക്കഴിഞ്ഞപ്പോ അവർ അങ്ങ് ചേർത്ത് തന്ന എന്റെ ജീവിത പങ്കാളി ഇത് അങ്ങ് തിന്നരുതെന്ന് പറഞ്ഞ ഫലം എനിക്ക് തന്നു, അവളും തിന്നു ഞാനും തിന്നു. ഇവിടെ കണ്ടോ, കുറ്റപ്പെടുത്തുന്നത് കണ്ടില്ലേ? നീ തന്നതുകൊണ്ടല്ലേ, അവൾ തന്നതുകൊണ്ടല്ലേ ഞാനത് തിന്നത്. യഹോവയായ ദൈവ സ്ത്രീയോട് നീ ചെയ്തത് എന്ത് എന്ന് ചോദിച്ചതിന്, പാമ്പ് എന്നെ വഞ്ചിച്ചു, ഞാൻ തിന്നുപോയി എന്ന് സ്ത്രീ പറഞ്ഞു. യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചു, നീ ഈ ചെയ്തത് എന്തുകൊണ്ട്? നീ ചെയ്തത് കൊണ്ട് ഞാൻ നിന്നെ അടുത്ത ശിക്ഷ നിനക്ക് തരാൻ പോവുകയാണ്. പാമ്പിനോട്, നീ ഉരസ്സുകൊണ്ട് ഗമിച്ച് നിന്റെ ആയുഷ്കാലമൊക്കെയും പൊടി തിന്നും. ഞാൻ നിനക്ക് സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. പാപം കടന്നു വന്നപ്പോഴാണ് ശാപം ലോകത്തിലേക്ക് വന്നത്. ദൈവം മനുഷ്യനെ ശപിച്ചു, പാമ്പിനെ ശപിച്ചു. പാപത്തിൽ അവർ പുറത്താക്കപ്പെട്ടു. പാമ്പ് ശപിക്കപ്പെട്ടതുകൊണ്ട് ഉരസ്സുകൊണ്ട് പൊടി തിന്നു ജീവിക്കുവാൻ ഇടവന്നു. മനുഷ്യൻ ശപിക്കപ്പെട്ടതുകൊണ്ട് നെറ്റിയിലെ വേർപ്പ് കൊണ്ട് സ്വന്തം അധ്വാനിച്ച് ഭക്ഷിക്കുവാൻ ഇടവന്നു. ഇവിടെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്, കുറ്റപ്പെടുത്തലിന്റെ ഒറ്റപ്പെടുത്തലിന്റെ നടുവിലേക്ക് പാപമാണ് നമ്മളെ കൊണ്ടുവരുന്നത്. നിന്റെ കുടുംബം തകർന്നു പോകാൻ ഇടവരുന്നെങ്കിൽ ഒന്നോർക്കണം, പരസ്പരം കുറ്റപ്പെടുത്തുവാൻ പിശാച് ഉള്ളിൽ പ്രേരണ തരും. അവൻ നിന്റെ കുടുംബം കലക്കും. നീ സമാധാനത്തോടെ ജീവിക്കുന്നത് കാണാൻ അവന് ഇഷ്ടമല്ല. കുടുംബം തകരുന്നതും മാതാപിതാക്കളും മക്കളും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും ഭാര്യ ഭർത്താവ് ഇവർ തമ്മിൽ അകലാനൊക്കെ ഇടയാക്കാൻ പിശാച് തന്ത്രശാലിയാണ്. അതുകൊണ്ട് കുടുംബജീവിതത്തിന്റെ വലിയൊരു അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ ദൈവവചനത്തിൽ ഉറച്ചും പ്രാർത്ഥനയിൽ നിറഞ്ഞും സ്തുതിയും ആരാധനയുമായി ദൈവത്തോടു കൂടെ ജീവിക്കണം. പ്രിയമുള്ളവർ, സംശയമില്ലാത്തൊരു കുടുംബജീവിതം
അനുഗ്രഹിക്കുന്ന ഒരു കുടുംബജീവിതം, പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബജീവിതം ഇന്ന് വേണ്ടേ നമുക്ക്? അതുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്ന കുടുംബമായതുകൊണ്ട് ദൈവത്തെ, കർത്താവിനെ ഹൃദയം കൊണ്ട് മനസ്സ് നിറഞ്ഞ് ഹൃദയത്തിൽ ആരാധിക്കുന്ന ഒരു കുടുംബം, അവർ എത്ര സന്തോഷകരമായിരിക്കും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, കുടുംബജീവിതത്തിന്റെ മേൽ ഒരു അനുഗ്രഹത്തെ വെളിപ്പെടുത്തണം. നല്ലൊരു കുടുംബജീവിതമായിരുന്നു. തമ്മിൽ തമ്മിൽ തകർച്ചയും പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ പിശാച് തന്ത്രശാലിയായി കടന്നു വന്ന് ഒരു കുടുംബത്തെ തകർത്ത് അവർ തേജസ്സിന്റെ നടുവിലിരുന്ന ആ തോട്ടത്തിന്റെ അനുഭവത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട് ശപിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലേക്ക് തള്ളപ്പെടാൻ ഇടവന്നെങ്കിൽ, ഇന്ന് പ്രാർത്ഥിക്കുന്നവരുടെ നടുവിൽ ക്രിസ്തുവിന്റെ രക്തത്താലുള്ള പുതിയ അനുഭവം നീ ഞങ്ങൾക്ക് തന്നെങ്കിൽ, ഈ ക്രിസ്തുവിന്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പ് എനിക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നത് മുതൽ ശാപത്തിന്റെ ബന്ധനം നമ്മളിൽ നിന്ന് മാറിയത് കാണാൻ കഴിയും. കർത്താവേ, നിന്റെ മഹത്വം ഞങ്ങളിൽ നിറയട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ.